എൻ്റെ അഗ്ലോണിമ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഇതുപോലെ ബുഷിയായിട്ട് അഗ്ലോണിമ വളർത്താൻ പറ്റും. അതിൻ്റെ റിപ്പോർട്ടിങ്ങിനാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ അഗ്ലോണിമ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാം. ഞാനിതാ ഇപ്പോൾ അഗ്ലോണിമ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. അതിനായി ആദ്യം ഗാർഡൻ സോയിൽ എടുക്കാം. ഗാർഡൻ സോയിൽ എടുക്കുന്ന സമയത്ത് കല്ലുകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. ഇനി നമ്മൾക്ക് ഗാർഡൻ സോയിലിൻ്റെ പകുതി അളവിൽ മണൽ ചേർക്കാം. മണലിലും കല്ലുകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. നിങ്ങളുടെ വീട്ടിൽ മണലില്ലെങ്കിൽ നമ്മൾ വീട് പണിക്ക് ഉപയോഗിക്കുന്ന എംസാൻഡ് ഉപയോഗിക്കാം. മണലിട്ടതിന് ശേഷം നമുക്കിനി ചാണകപ്പൊടിയാണ് ചേർക്കേണ്ടത്. മണലിൻ്റെ പകുതി അളവിലാണ് ചാണകപ്പൊടി ചേർക്കേണ്ടത്. ചാണകത്തിൻ്റെ കട്ടയാണ് എൻ്റെ കയ്യിലുള്ളത്. അത് ഞാൻ വിരലുകൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ടിടും. നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടിയാണുള്ളതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിതാ ഇപ്പോൾ ചാണകം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട്. ഇതേ അളവിൽ ചകിരിച്ചോറ് അഥവാ കൊക്കോപ്പിറ്റ് ചേർക്കണം. പുളിപ്പ് കളഞ്ഞ ചകിരിച്ചോറ് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെർമി കമ്പോസ്റ്റാണ്. അത് ചാണകത്തിൻ്റെ അതേ അളവിൽ ചേർത്താലും മതി, ഇല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. വെർമി കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കമ്പോസ്റ്റും യൂസ് ചെയ്യാം. ഇതൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് സൂപ്പർ മീൽ പോലുള്ള വളങ്ങൾ ഉപയോഗിക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. ഇത് ചേർക്കുന്നത് ചെടിയുടെ വേരുകൾക്ക് ചീയൽ രോഗങ്ങളൊന്നും വരാതിരിക്കാനാണ്. ഇത്രയും പോട്ടിംഗ് മിക്സിനെ ഞാൻ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കാണ് കൈ വെച്ച് പൊടിച്ച് ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഞാനിതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയുടെ ഡ്രെയിനേജ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചട്ടി. നമ്മളെപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ചെടി നിൽക്കുന്ന ചട്ടീനെക്കാട്ടിയും കുറച്ചും കൂടി അടുത്ത സൈസിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കും. ഞാനിതാ എൻ്റെ ചട്ടിയുടെ ഡ്രെയിനേജ് ഹോളൊക്കെ ഉണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ ചട്ടിയിൽ ഡ്രെയിനേജ് ഹോൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പ്രോപ്പർ ഡ്രെയിനേജ് ഇല്ലെങ്കിൽ അഗ്ലോണിമ ചെടികളുടെ വേരുകൾ വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഞാനിതാ ചട്ടിയുടെ ഹോൾസ് കവർ ചെയ്യുന്ന വിധത്തിൽ ഓട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണിടാം. ഇനി മണ്ണിട്ടതിന് ശേഷം ചെടി വയ്ക്കാം. നമുക്കിതേപോലെ എല്ലാ റിപ്പോർട്ടിങ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 ചട്ടിയിലേക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ ചട്ടിയിൽ നിന്ന് അത് വേർതിരിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ വേരൊന്നും പൊട്ടാണ്ടും എടുക്കണം. എന്നിട്ട് ചീഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് സാഫ് തേച്ചിട്ട് വേണം പുതിയ ചട്ടിയിലേക്ക് വയ്ക്കാൻ. അതുപോലെ ചെടി പുതിയ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സാഫ് എടുത്തിട്ട് അതിൽ വിതറി കൊടുക്കണം, ചീഞ്ഞാലും ചീഞ്ഞില്ലെങ്കിലും. സാഫ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മേൽമണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ 3 ചട്ടിയിൽ സാഫ്. ഇപ്പോൾ റിപ്പോർട്ടിങ് കഴിഞ്ഞു. ഇനി അടി വരെ നനയുന്ന മാതിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കേണ്ട സ്ഥലത്തേക്ക് എടുത്ത് വയ്ക്കാം. ആഴ്ചയിൽ 1-2 പ്രാവശ്യം കുറച്ച് നനച്ചു കൊടുത്താൽ മതി. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയായി ഞാൻ വരുന്നതാണ്.